പശ്ചിമേഷ്യയിൽ അതിരൂക്ഷ സംഘർഷം. ടെഹ്റാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്താണ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായത്. IRIB ചാനൽ ആസ്ഥാനത്ത് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെയാണ് മിസൈൽ പതിച്ചത്. നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിക്കുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്ന് MBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു. അതേസമയം ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. ടെല്ലവീവിൽ നിന്നും ജനങ്ങൾ പിന്മാറണമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മിസൈൽ ആക്രമണം ശക്തമാക്കുമെന്നും ഇറാനിയൻ സൈന്യം. US-മായി ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെന്ന് റിപ്പോർട്ട്. صدایی که شنیدید صدای متجاوز به خاک وطن، صدای متجاوز به صدای حق و حقیقت است. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استودیو കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വിനി ചേരുന്നു. അശ്വിനി, ഇസ്രയേൽ ഇറാൻ സംഘർഷം കനക്കുകയാണല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ളതല്ലേ? സോന, ഈ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം പ്രശ്നം അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായി അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ശ്രമം നടത്തിയെങ്കിലും G7 ഉച്ചകോടിക്കിടയ്ക്ക് ഇതിനെ സംബന്ധിച്ച പദ്ധതികളടക്കം ചർച്ച ചെയ്തെങ്കിലും ഇത് ഫലം കണ്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇന്ന് ഇറാന്റെ ദേശീയ മാധ്യമമായ IRIN-ന്റെ ഭാഗമായിട്ടുള്ള IRIB-ക്ക് നേരെ ആക്രമണം നടത്തി. ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകരടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് നേരെ ആക്രമണമുണ്ടായി. ടെഹ്റാനിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഉണ്ടായതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതിന് തിരിച്ചടി ഉടൻ തന്നെ ഇറാൻ നൽകുകയും ചെയ്തു. അതായത് ഹൈഫ അടക്കമുള്ള നഗരങ്ങളിലേക്ക്, ഇസ്രായേലിലെ ഹൈഫ അടക്കമുള്ള നഗരങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണത്തിൽ മെറോൺ ബേസ്, അതായത് IDF-ന്റെ ഇറാൻ ഡിഫൻസീവ് ഫോഴ്സിന്റെ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായ മെറോൺ ബേസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം നാശനഷ്ടം ഇതിൽ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ഹൈഫയ്ക്ക് പുറമെ നിരവധി കേന്ദ്രങ്ങളിലേക്ക്, പ്രധാന നഗരങ്ങളിലേക്കും ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചിത്രങ്ങളടക്കം ഇറാൻ സൈന്യം പുറത്തു വിടുകയുമുണ്ടായി. ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്കാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നതെന്ന് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏകദേശം യുദ്ധം തുടങ്ങി, അതായത് സംഘർഷം തുടങ്ങി 4 ദിവസത്തിനുള്ളിൽ ഇറാൻ 400ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 224 ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ഇറാന്റെ ആക്രമണത്തിൽ 24 ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ മാത്രം മിസൈൽ ആക്രമണത്തിൽ 8ഓളം പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനിടയ്ക്ക് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഒരു സുപ്രധാനമായ വിവരം വരുന്നത് ABC ചാനലിന് നൽകിയ ഈ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞ വാക്കുകളാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതോടുകൂടി മാത്രമേ യുദ്ധത്തിന് അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അതായത് ട്രംപ് അടക്കമുള്ളവർ ഈ ഒരു ഖമേനിയെ വധിക്കുന്നതിനെതിരെ നീക്കം, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീക്കം പാടില്ല എന്നാവശ്യപ്പെട്ടുവെങ്കിലും ഈ സാധ്യത ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. അതായത് അങ്ങനെ ഒരു ആവശ്യം വരുവാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടത്താൻ മടിക്കില്ല എന്ന തരത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഈ അഭിമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു അഭിമുഖം ഇപ്പോൾ ABC പുറത്തുവിടുകയും ചെയ്തു. ഇത് വലിയ പ്രകോപനം, ഇത് ഇറാനെ തീർച്ചയായിട്ടും പ്രകോപിപ്പിക്കുമെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം അവരുടെ പരമോന്നത നേതാവാണ് ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ മടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതുപോലെ നെതന്യാഹുവിനെ കുറ്റവാളി എന്നാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരാക്ചി വിശേഷിപ്പിക്കുകയും ചെയ്തത്. ട്രംപ് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇറാൻ മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ ആവശ്യത്തിനെ ഇറാൻ നിരാകരിക്കുന്ന, തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. IAEA അടക്കമുള്ള ഏജൻസികൾ ആണവ റിയാക്ടറുകളിലുണ്ടായ ആക്രമണം, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ റിയാക്ടറുകളിലുണ്ടായ കേടുപാടുകൾ, ആണവ വികിരണം ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നിലനിൽക്കുന്നു എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മധ്യേഷ്യ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ്. അരക്ഷിതാവസ്ഥയിലേക്ക് മധ്യേഷ്യ നീങ്ങുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ വേണ്ടി ഹസ്ബുള്ള അടക്കമുള്ള സംഘടനകൾ പ്രശ്നത്തിൽ ഇടപെടൽ
ഇടപെടരുതെന്ന് ലെബനൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഹെസ്ബോള ഇടപെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ലെബനന് നേരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളുള്ള ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലിന് ആക്രമണം ഉണ്ടായാൽ അത് രാജ്യത്തിന് താങ്ങാനാകില്ല എന്നാണ് ലെബനന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഉണ്ടായിരിക്കുന്ന പുതിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നത്. ഇതിനിടയിൽ ജർമ്മൻ പൗരന്മാരെ അടക്കം ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കരമാർഗം മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുക. കാരണം വ്യോമ ഗതാഗതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇറാന്റെ വ്യോമപാത അല്ലെങ്കിൽ വ്യോമ മേഖല ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണെന്ന് തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കരമാർഗം മാത്രമാണ് ഇത്തരത്തിൽ ആളുകളെ പുറത്തെത്തിക്കാൻ സാധിക്കുക. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇത്തരത്തിൽ ആളുകളെ പൗരന്മാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സോന. അതുപോലെ തന്നെ അശ്വിനി, ഈ ഒരു സംഘർഷത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് എത്തരത്തിലാണ്? സോന ഈ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഈ ഒരു വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് G7 ഉച്ചകോടിക്കിടെ കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ശ്രമങ്ങളടക്കം നടക്കുകയുണ്ടായി. UK അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ, ജർമ്മനി അതുപോലെ തന്നെ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ട്രംപ് ഈ ഒരു ഡീഎസ്കലേഷൻ നയം സംബന്ധിച്ച് അതിൽ ഒപ്പുവയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളടക്കം പ്രശ്നം പരിഹരിക്കാനായിട്ട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ എന്താണ് അന്തിമമായി ഇതിലൊരു തീരുമാനം കൈവന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നതെങ്കിൽ പോലും ഇസ്രായേലിന് പിന്തുണ ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ ഫ്രാൻസ് ആയാലും ശരി, ജർമ്മനി ആയാലും ശരി, എല്ലാ രാഷ്ട്രങ്ങളും പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്ക ഇറാന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനം മധ്യേഷ്യയിലേക്ക് അയക്കുന്നു. മധ്യേഷ്യയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വിൻസൺ എന്ന് പറഞ്ഞ യുദ്ധക്കപ്പലിന് പുറമെ ദക്ഷിണ ചൈന കടലിൽ ഉണ്ടായിരുന്ന യുദ്ധക്കപ്പൽ മധ്യേഷ്യയിലേക്ക് നീക്കാനും തീരുമാനമായിരിക്കുന്നു. അങ്ങനെ വ്യോമമാർഗമുള്ളതും കടലിലൂടെയുമുള്ള സമ്മർദ്ദം അമേരിക്കയും ശക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഒമാനും ഖത്തറും അടക്കമുള്ള രാഷ്ട്രങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായെങ്കിലും ഈ ശ്രമങ്ങൾക്ക് ഇറാൻ വഴങ്ങുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സോന. അതുപോലെ തന്നെ സാഹചര്യം വഷളാകാതിരിക്കാൻ US ഇടപെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപവും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലേ അശ്വിനി? അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നല്ല, ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒറ്റ ഫോൺ കോളിൽ തീർക്കാമെന്നാണ് അബ്ബാസ് അരാക്ചി, ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് അതിനകത്തെ ഏറ്റവും കാമ്പുള്ള ഭാഗവും. കാരണം പ്രശ്നം പരിഹരിക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നു, താൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നതൊക്കെ പറയുമ്പോൾ പോലും നെതന്യാഹുവിനോട് ട്രംപ് ഒരു ഫോൺ കോൾ ചെയ്താൽ തീരാവുന്ന പ്രശ്നം അല്ലെങ്കിൽ നിൽക്കാവുന്ന യുദ്ധവും സംഘർഷവും മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. എന്നാൽ അത് ട്രംപ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് അബ്ബാസ് അരാക്ചി കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സോന. അതുപോലെ തന്നെ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാറ്റുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിലുണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിലടക്കമുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ഇതിന് പിന്നാലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാരെ, വിദ്യാർത്ഥികളടക്കമുള്ളവരെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. കരമാർഗമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ലെബനന്റെ അതുപോലെ തന്നെ ക്രൊയേഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ സഹായത്തോടെ ആണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമപാത അടഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് വ്യോമമാർഗം പുറത്ത് ആളുകളെ എത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് കരമാർഗം ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിപ്പോഴും തുടരുകയാണ്. ഇത് നിലവിൽ മറ്റ് രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് പ്രശ്നമുണ്ടാകാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ടെഹ്റാന് മുന്നറിയിപ്പടക്കം നൽകുന്നുണ്ട്. അതായത് ആക്രമണത്തിന് മുന്നേ ആളുകളോട് ഒഴിഞ്ഞു മാറാനടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇറാനും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതായത് ടെല്ലവീവിലടക്കമുള്ള ആൾക്കാരോടും അത് മാറാൻ പറയുന്നുണ്ട്. ഇറാന്റെ ദേശീയ മാധ്യമത്തിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ചാനൽ 12, ചാനൽ 14 എന്നീ ചാനലുകളിലുള്ളവരോടും ഇത്തരത്തിൽ മാറാൻ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഇറാൻ സൈന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള പ്രക്രിയ അത് ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളുടേതും അതുപോലെ തന്നെ ജർമ്മനി, മറ്റ് യൂറോപ്യൻ അടക്കമുള്ള പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. കരമാർഗമാണ് ക്രൊയേഷ്യ അടക്കമുള്ള സമീപ രാജ്യങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്ന നീക്കങ്ങൾ നടക്കുന്നത്. സോന.
ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വരുന്നതെന്ന് വെച്ചാൽ ഖമനി വധിക്കപ്പെടുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഖമനി ആണെന്ന് നമ്മൾക്ക് അങ്ങനെ കണക്കാക്കാമോ? ഖമേനിയെ വധിക്കാനുള്ള ഒരു പദ്ധതി ഇസ്രായേൽ നേരത്തെ തന്നെ ഇട്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്നാൽ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടലാണ് ഇതിൽ കാലതാമസം വരുത്തിയത് എന്ന് വേണം. കാലതാമസം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ പദ്ധതി ഇസ്രായേൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വേണം ഇപ്പോൾ നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അതായത് തീർച്ചയായിട്ടും ഖമേനിയെ വധിക്കുകയാണെങ്കിൽ, കാരണം ഇറാൻ്റെ പ്രസിഡന്റുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, അങ്ങനെ രാഷ്ട്രത്തലവന്മാർ ഉണ്ടെങ്കിൽ പോലും ഖമേനിയാണ് എപ്പോഴും ഇറാൻ്റെ പരമോന്നത നേതാവ്. എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിലൂടെയാണ് കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഖമേനിയെ വധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ തീർച്ചയായിട്ടും ബാധിക്കപ്പെടും. അവരുടെ രാഷ്ട്രത്തിൻ്റെ ഒരു നാഥനെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയൊരാളെ അല്ലെങ്കിൽ അത്തരത്തിൽ പുതിയൊരു പരമോന്നത മേധാവി വരുന്നതുവരെ ഇറാന് അനങ്ങാൻ സാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഖമേനിയെ വധിക്കുകയാണെങ്കിൽ യുദ്ധത്തിന് പരിസമാപ്തിയാകുമെന്ന് നെതന്യാഹു പറയുന്നത്. ആ ഒരു സാധ്യത താൻ ഇപ്പോൾ തള്ളിക്കളയാനാകില്ല എന്ന സൂചനകളാണ് നെതന്യാഹു, വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നെതന്യാഹു നൽകുന്നത്. അതായത് ഖമേനി വധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഒത്തുവന്നാൽ ഇസ്രായേൽ അത് ചെയ്യും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. നിലവിൽ സംഘർഷം അയക്കാനായി ഉള്ള നടപടികൾ പലതും പുരോഗമിക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഒമാൻ്റെയും ഖത്തറിൻ്റെയും അടക്കമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. US-ന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം ഖമേനിക്ക് നേരെ ഇത്തരത്തിലൊരു പ്രസ്താവന നെതന്യാഹു നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പരമോന്നത നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ കൂടുതൽ ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത. ഇതിനിടയ്ക്ക് മറ്റു ഒരു ആശങ്ക ഉയർത്തുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഇറാൻ്റെ പക്കൽ അതായത് 9 ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയമുണ്ട്, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കലും ആണവായുധം ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇറാൻ ആണവായുധം പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇസ്രായേലും തിരിച്ചടിക്കും എന്ന സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് മധ്യേഷ്യയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇസ്രായേൽ ഒരേ സമയം 3 രാജ്യങ്ങൾക്ക് നേരെയാണ് യുദ്ധം നടത്തുന്നത്. ഹെസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്, ഗാസിൽ ഹമാസിന് നേരെ യുദ്ധം നടത്തുന്നുണ്ട്, ഇപ്പോൾ ഇറാന് നേരെയും യുദ്ധം നടത്തുകയാണ്. അങ്ങനെയാവും ഇത്തരത്തിൽ 3 രാജ്യങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗാസയിലേക്ക് അടക്കം യുദ്ധം നടത്തുന്നതിനിടയ്ക്കാണ് ഇറാന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം, ഇത്ര വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നതെങ്കിൽ അതിന് തക്ക പിൻബലം, സൈനിക പിൻബലവും മറ്റു ശേഷിയും ഇസ്രായേലിനുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു രാജ്യം അതിന് മുന്നിട്ടിറങ്ങുക. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ വളരെ പെട്ടെന്ന് പിന്മാറാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഗാസയിലെ പ്രശ്നപരിഹാരത്തിനടക്കം പല രാഷ്ട്രങ്ങളും പലതവണ വെടിനിർത്തലടക്കം നിലവിൽ വന്നെങ്കിൽ പോലും ഇസ്രായേൽ വീണ്ടും യുദ്ധം കടുപ്പിക്കുന്ന അല്ലെങ്കിൽ നിലപാട് കടുപ്പിച്ച് അവിടെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് വളരെ സംശയപൂർവ്വം വേണം നമ്മൾ നോക്കിക്കാണാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുൻകൈ ഇസ്രായേലിന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറാകുമോ എന്ന് നമ്മൾ സംശയപൂർവ്വം തന്നെ വേണം വീക്ഷിക്കാനായിട്ട്. സോന. ശരി അശ്വിനി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഗസ്റ്റ്, ഇസ്രായേൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിസൈൽ ആക്രമണം വരുന്നുവെന്നാണ് ഇറാൻ പറയുന്നത്. ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? സോന, ടെഹ്റാനിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ വിവരം, ഖോം നഗരത്തിനും ടെഹ്റാനും ഇടയിൽ വെച്ച് ഒരു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. അത് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോകുകയായിരുന്ന സേനാവ്യൂഹത്തെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. നിലവിൽ 4ാം ദിനവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വലിയ രീതിയിൽ രൂക്ഷമായി തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത് സംബന്ധിച്ച കൂടുതൽ സങ്കീർണമായ സ്ഥിതിയിലേക്ക്, രാഷ്ട്രീയ സങ്കീർണതയുള്ള സ്ഥിതികളിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയിയെ ഇല്ലാതാക്കാൻ അത് ആവശ്യമാണെങ്കിൽ അതിന് മടിക്കില്ല എന്ന പ്രസ്താവന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു.
ഏതായാലും ഈ രാത്രിയിലും, അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ പ്രഖ്യാപിച്ച ശേഷം ഈ രാത്രിയിലും ഇസ്രായേൽ ഇറാൻ സംഘർഷം സങ്കീർണവും രൂക്ഷവുമായ സ്ഥിതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഖമനിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണോ അപ്പോൾ ഈ ഒരു സംഘർഷത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല. ഖമനയെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കാലത്തെ, ദീർഘകാലത്തെ, അതായത് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോഴുള്ള ഈ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇറാനും ഇസ്രായേലുമായുള്ള ബന്ധം ശത്രുതാപരമായി മാറുന്നത്. അത് ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന് ശപഥമെടുത്തിരിക്കുന്ന ഒരു ഭരണകൂടം എന്ന നിലയ്ക്കാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ തലവനായ ആയത്തുള്ള അലി ഖമനയി, അതിനു മുമ്പുണ്ടായിരുന്ന റൂഹുള്ള അലി ഖാംനെയി എന്നീ രണ്ട് നേതാക്കളൊക്കെ തന്നെയും ഇസ്രായേലുമായി ഉണ്ടായിട്ടുള്ള ശത്രുതാപരമായ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം നാം ഇതിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേൽ മുമ്പും അന്താരാഷ്ട്ര സമൂഹത്തെ ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ അതേസമയം പല ഘട്ടങ്ങളിലായി അവർ ആണവ പരിപാടികളൊക്കെ തന്നെ ഉപേക്ഷിച്ചതായും പലതരത്തിലുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. പല ഘട്ടങ്ങളിൽ ഈ കരാറുകൾ പരാജയപ്പെടുകയും കരാറുകളിൽ നിന്ന് പിന്മാറ്റവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ അത് ഇസ്രായേൽ അത് മുമ്പ് വർഷങ്ങളായി തയ്യാറെടുത്തിരിക്കുന്ന ഒരു ആക്രമണം, പല കാരണങ്ങളാൽ മാറ്റിവെച്ചിരുന്ന ആക്രമണം, അത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അതുമായി മുന്നോട്ട് പോയി എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അവിടെ അതിന്റെ രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിലാണ് അതിനെ ആയത്തുള്ള അലി ഖമനയുടെ ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഇല്ലാതാക്കലാണ് അതിന് തടസ്സമെങ്കിൽ അതിനും മടിക്കില്ല എന്ന ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇതിനോട് അങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്താൻ നെതന്യാഹു തയ്യാറായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇറാന്റെ ഇസ്രായേലിലേക്കുള്ള മിസൈൽ ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത്? എത്ര കാഷ്വാലിറ്റീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? 24 പിന്നീട് അതിനുശേഷം ഇന്ന് വീണ്ടും ഉണ്ടായിട്ടുള്ള ആക്രമണം, വീണ്ടും ഒരു പുതിയ മിസൈൽ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു. ഇതിനിടയിൽ നടന്നിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടതായാണ് വിവരം. ഏതായാലും ഇറാനിൽ ടെഹ്റാൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾനാശം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളുടെ കണക്ക് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാൻ കഴിയും. ശരി അഗസ്റ്റ്, അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ നിലപാട് എത്തരത്തിലാണ് ഈ സംഘർഷത്തിൽ? ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ നേരത്തെ പലതവണ നമ്മൾ പലതരത്തിൽ ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ നൽകിയതുപോലെ തന്നെ നമുക്കറിയാം, അമേരിക്ക ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തെ പലതവണ നിരുത്സാഹപ്പെടുത്തിയ നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇറാൻ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോയ ശേഷം അദ്ദേഹം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ ഗാസ ദൗത്യത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുക, അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ഈ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. അതായത് ഇസ്രായേലി ഗവൺമെന്റിലുള്ള 2 മന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകില്ല എന്ന തരത്തിലുള്ള നിലപാടെടുത്ത രാജ്യങ്ങളായിരുന്നു സമീപകാലത്ത് UK-യും ഫ്രാൻസും കാനഡയും ഒക്കെ തന്നെ. പാശ്ചാത്യ ശക്തികളൊക്കെ തന്നെ ഒരു പരിധി വരെ ഇസ്രായേലിനെ കൈയൊഴിഞ്ഞ സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ മോദിയുമായി ചേർന്ന് ന്യൂയോർക്കിൽ നാളെ ഒരു
പലസ്തീൻ കോൺഫറൻസ് നടത്താനിരിക്കുകയാണ്. അവിടെ വെച്ച് പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാനുള്ള കോൺഫറൻസ്, അതിന്റെ അജണ്ട അത് അങ്ങനെയായിരുന്നു. ആ കോൺഫറൻസ് അടക്കം ഇപ്പോൾ മാറ്റിവെച്ചിട്ട് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ആണവായുധം സ്വന്തമാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ അത് നേടുന്ന നിലയിലേക്ക് എത്തി എന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തെ പക്ഷേ ഇവരെല്ലാവരും തന്നെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ അടക്കമുള്ള ആളുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഇസ്രായേലിന് അതിന്റെ നിലനിൽപ്പിനെ സംരക്ഷിക്കാനുള്ള, സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇമ്മാനുവൽ മാക്രോ നടത്തിയിട്ടുണ്ട്, ജർമ്മൻ ചാൻസലർ മെർസ് നടത്തിയിട്ടുണ്ട്, കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഈ നിലയ്ക്കുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഈ ലോകരാജ്യങ്ങളിൽ റഷ്യയും ചൈനയും മാത്രം ഇറാനൊപ്പമുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ തയ്യാറായിട്ടുമുള്ളത്. ഇപ്പോൾ സംഘർഷത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്നോട്ടില്ലെന്ന സൂചനകളല്ലേ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത്? തീർച്ചയായും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രഖ്യാപിത യുദ്ധ ലക്ഷ്യങ്ങളുണ്ട്. അത് ഒന്ന്, അതിന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക; രണ്ട്, അതിന്റെ മിസൈൽ സംവിധാനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ്. മൂന്നാമത്തെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇറാന്റെ ഭരണ നേതൃത്വത്തെ മാറ്റി പുതിയൊരു ഭരണ നേതൃത്വത്തെ സ്ഥാപിക്കുക. ഇത് മൂന്നും വളരെ വ്യക്തമായി അത് ഒരു തരത്തിലും അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലൊരു ഘട്ടത്തിലും നെതന്യാഹു അത് എല്ലാ ഘട്ടത്തിലും ഈ അജണ്ടകൾ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ പലസ്തീനുമായി കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പാശ്ചാത്യ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായി അവർ രൂപീകരിച്ചിട്ടുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹമാസ് അടങ്ങുന്ന, ഹിസ്ബുള്ള അടങ്ങുന്ന, ഹൂത്തികൾ അടങ്ങുന്ന ഇറാഖിലെ പല തരത്തിലുള്ള ഇസ്ലാമിക സംഘടനകൾ അടങ്ങുന്ന, സായുധ സംഘടനകൾ അടങ്ങുന്ന വലിയൊരു സംഘത്തിന്റെ, സൈനിക സഖ്യത്തിന്റെ തലവൻ എന്ന നിലയ്ക്കാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘർഷത്തിൽ അതൊരു അഭിമാന പ്രശ്നം എന്ന നിലയ്ക്കും കൂടിയാണ് ഇതിൽ വംശീയവും ചരിത്രപരവും മതപരവുമായ നിരവധിയായ ഘടകങ്ങൾ ഇതിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു പിന്മാറ്റം അത് ഇപ്പോൾ നിലവിൽ ഇറാൻ ഒരു ചർച്ചാ സന്നദ്ധത യുഎസിനോട് അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി നേരത്തെ എക്സിൽ പോസ്റ്റ് ചെയ്തൊരു കുറിപ്പിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ള നേരിയ സൂചന നൽകിയിട്ടുണ്ട്. ആണവ കരാറിൽ ഉൾപ്പെടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണോ യുഎസിനെ ഇറാൻ അറിയിച്ചിട്ടുള്ളത്? അപ്പോൾ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എന്നല്ല, ഇത് സംബന്ധിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് നിർത്തുന്നത് സംബന്ധിച്ച് സമവായത്തിലേക്ക് ഏതെങ്കിലും ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാകുമോ ഏതാണ് അതിൽ വ്യക്തമായി. അങ്ങനെ ഏത് ചർച്ച എന്ന നിലയ്ക്കല്ല, അത് ഒരു സിഗ്നലിംഗ് എന്നാണ് അതിന്റെ ഒരു രാഷ്ട്രീയമായി നമ്മൾ മനസ്സിലാക്കുക ആ പോസ്റ്റിൽ നിന്ന്. അതായത് ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും, അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറായാൽ, ആക്രമണം അവസാനിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മധ്യസ്ഥത പ്രത്യേകിച്ച് US മധ്യസ്ഥതയിലേക്ക് വന്നാൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ്, അല്ലെങ്കിൽ അദ്ദേഹം സന്ദേശമാണ് എക്സ്പോസ്റ്റിലൂടെ നൽകിയിട്ടുള്ളത്, അബ്ബാസ് അരാക്ചി നൽകിയിട്ടുള്ളത്. ശരി, ഇപ്പോൾ നമ്മോടൊപ്പം അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, നിലവിലെ സാഹചര്യം എത്തരത്തിലാണ്? ഇറാനിലെയും ഇസ്രായേലിലെയും സാഹചര്യം എത്തരത്തിലാണ്? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? സോന, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം നിലച്ചതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഇസ്രായേലിന്റെ പതാക അത് ശവപ്പെട്ടിയിലാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഇറാന്റെ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു. അതായത് ആക്രമണം തങ്ങളുടെ ശക്തമായ ആക്രമണം വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് ഇറാൻ സൈന്യം നൽകുന്നത്. അതായത് ഇസ്രായേലിനെ ശവപ്പെട്ടിയിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. നിലവിൽ മിസൈൽ ആക്രമണം അവസാനിച്ചിരിക്കുകയാണ്, താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതേസമയം ഇസ്രായേലിൻ്റെ, അതായത് ഇറാൻ അയച്ച ഒരു യുദ്ധവിമാനം, ഗോലാൻ ഹൈറ്റ്സ് ലക്ഷ്യമിട്ട് അയച്ച യുദ്ധവിമാനം തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ മിക്കവയും പ്രതിരോധിക്കാനായി സാധിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലെ കനത്ത നാശമാണ് തങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തത കൈവരികയുള്ളൂ.
നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇറാൻ ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് ഇറാൻ്റെ സൈന്യം നൽകുന്നത്. അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുടെ അടക്കം വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. സിയോണിസ്റ്റ് റെജീമിനെ ഇല്ലായ്മ ചെയ്യും എന്ന് തന്നെ തരത്തിലുള്ള പ്രസ്താവനകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം, അതായത് മിസൈൽ തൊടുത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ റെഡ് അലർട്ട് അടക്കം ഇസ്രായേലിൽ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ തന്നെയുള്ള പ്രസ്താവനകളൊക്കെ ഇറാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പറയുന്നത് ഇറാൻ്റെ മിസൈലുകളെല്ലാം തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് ഇസ്രായേലും പറയുന്നത്. സോന. ശരി അശ്വിനി, അതുപോലെ തന്നെ G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സമാധാന ശ്രമങ്ങളൊക്കെ എത്തരത്തിലായിരിക്കും? G7 ഉച്ചകോടിയിൽ ഇറാൻ ഇസ്രായേൽ വിഷയം തീർച്ചയായിട്ടും ചർച്ചയായിട്ടുണ്ട്. അത് ബ്രിട്ടൻ ആയാലും അമേരിക്ക ആയാലും അതുപോലെ തന്നെ കാനഡയായാലും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുമെല്ലാം ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. ഈ ഒരു ചർച്ചയിൽ പ്രശ്നം സംഘർഷം കുറയ്ക്കാനോ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നുവെങ്കിലും ഇതിൽ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്താൻ ഈ രാഷ്ട്രങ്ങൾക്ക് സാധിച്ചില്ല. ഈ ഡീ എസ്കലേഷനുള്ള കരാറിൽ ഒപ്പിടാൻ അമേരിക്ക വിസമ്മതിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ആ ഒരു കരാർ അത് നിലവിൽ സാഹചര്യത്തിൽ അംഗീകരിക്കാനാകില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് അതിലൊരു തീർപ്പ് അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ രാഷ്ട്രങ്ങളും ഈ പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് G7 ഉച്ചകോടിയിൽ എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അവസാനമായി പറയാൻ സാധിക്കുന്നത്. സോന. ശരി, ഇറാൻ ഇസ്രായേൽ ആക്രമണം സംഘർഷം വ്യാപിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്തേക്ക് ആദ്യം ഇസ്രായേൽ ആക്രമണം ഉണ്ടായി. IRIB ചാനൽ ആസ്ഥാനത്തേക്ക് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെയാണ് മിസൈൽ പതിച്ചത്. നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി വധിക്കുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്ന് MBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞതും ഇതിൽ എടുത്തുവെക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ടെലവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് വരുന്നത്. മിസൈൽ ആക്രമണം ശക്തമാക്കുമെന്നും ഇറാനിയൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. US-മായി ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇറാന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, വ്യോമാക്രമണം ഉണ്ടാകുന്നു. F-35 ജെറ്റ് വിമാനം ഇറാൻ ലക്ഷ്യമിട്ട് പറന്നുയർന്നു. ഇതിനെ വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്. അതായത് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്, ഇറാന് നേരെ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തബ്രീസ് നഗരത്തിന് മുകളിലായി വെച്ചായിട്ടാണ് F-35 വിമാനത്തെ വെടിവെച്ചിട്ട് എന്ന് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെയുള്ള യുദ്ധവിമാനങ്ങളും തങ്ങളും വെടിവെച്ചിട്ടെന്ന് ഇസ്രായേലും അവകാശപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലാണ് സത്യത്തിന്റെ യഥാർത്ഥ എതിരാളി എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അടക്കം ആരോപിക്കുന്ന ഒരു വീഡിയോയും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രത്യാരോപണങ്ങളെല്ലാം ഇപ്പോഴും തുടരുകയാണ്. ഇരു ഭാഗത്തു നിന്നും സംഘർഷം അയയുന്ന ഒരു സാഹചര്യം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സംഘർഷം കൂടുതൽ ശക്തമായി തുടരാൻ തന്നെയാണ് സാധ്യതയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കുമ്പോൾ ഇറാനെ ശക്തമായി തിരിച്ചടി നൽകാൻ ഇസ്രായേലിൻ്റെ ശ്രമം, ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മറുപടി നൽകാനായി ഇറാൻ്റെ ശ്രമം, ഇത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇത്തരത്തിൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇരു കൂട്ടരും. ഇതിന് പിന്നാലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങളുടെ നിലപാടുകളും ഒക്കെ നിർണായകമാവുകയാണ്. അമേരിക്ക യുദ്ധക്കപ്പൽ അയക്കുന്നു, അതായത് ദക്ഷിണ ചൈന കടലിൽ നിലയുറപ്പിച്ചിരുന്ന യുദ്ധക്കപ്പൽ മധ്യേഷ്യയിലേക്ക് അയക്കുന്നു. അതുപോലെ തന്നെ യുദ്ധവിമാനത്തിന് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനം അങ്ങോട്ടേക്ക് അയക്കുന്നു. അത്തരത്തിൽ വിഷയം അല്ലെങ്കിൽ മേഖലയിൽ സംഘർഷം കൂടുതൽ
ശക്തമായേക്കും എന്ന സൂചനകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറാന് നേരെ ആക്രമണം തുടരുമ്പോഴും ഗാസയിലേക്കും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനെ അപലപിച്ച് യു എൻ അടക്കമുള്ള സംഘടനകളൊക്കെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളടക്കം ഇറാന്റെ ഗാസയിലെ ആക്രമണത്തെ അപലപിക്കുമ്പോഴും ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അവർ വ്യക്തമായ നിലപാടുകൾ പരാമർശങ്ങൾ നടത്തുന്നില്ല. പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയല്ലാതെ അതിൽ കൂടുതൽ ചർച്ചകളോ ഇടപെടലുകളോ ഒക്കെ ഒന്നും നടത്തുന്നില്ല. ഒമാനും അതുപോലെ തന്നെ ഖത്തറും അടക്കമുള്ള രാഷ്ട്രങ്ങൾ മാത്രമാണ് സമവായ നീക്കങ്ങൾ നടത്തുന്നത്. തുർക്കി ഇതിൽ